എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എല്ലാത്തരം ചെടികൾക്കും ഒരേ സമയം വളമായും കീടനാശിനിയായും ഫംഗൽ ഇൻഫെക്ഷൻസ് മാറാനുമുള്ള ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് 2 ദിവസമായ പുളിച്ച കഞ്ഞിവെള്ളമാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഞാൻ വളം തയ്യാറാക്കുമ്പോഴും കീടനാശിനി തയ്യാറാക്കുമ്പോഴും പുളിച്ച കഞ്ഞിവെള്ളമാണ് മെയിനായിട്ട് എടുക്കുന്നത്. ഇവിടെയും ഞാൻ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞിവെള്ളം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നോർമൽ പച്ചവെള്ളത്തിലും ഈ വളം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പച്ചവെള്ളത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ വളം ഫെർമെൻ്റായി കിട്ടാൻ മറ്റൊരു മാധ്യമം നമ്മൾ ചേർക്കണം. അതായത് തൈരോ ഈസ്റ്റോ ഏതെങ്കിലും ഒരു മാധ്യമം ഇതിൽ ചേർക്കണം. പുളിച്ച കഞ്ഞിവെള്ളമാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കൂടാതെ ഈ പുളിച്ച കഞ്ഞിവെള്ളം ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്. അതായത് ഈ കഞ്ഞിവെള്ളം മണ്ണുമായിട്ട് ചേരുമ്പോൾ മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നത് മൂലം ചെടികളുടെ വേരുകളിൽ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഇതിൻ്റെ ഫലമായി മണ്ണിലുള്ള പോഷകങ്ങൾ നന്നായിട്ട് വലിച്ചെടുത്ത് ചെടികൾ നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്നു. പിന്നെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ കടുത്ത വേനൽച്ചൂടിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാൻ കഞ്ഞിവെള്ളം നല്ലതാണ്. കഞ്ഞിവെള്ളം ചെടികളുടെ ചുവട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഞ്ഞിവെള്ളം അതേപടി ചെടികളുടെ ചുവട്ടിൽ കൊണ്ടേ ഒഴിക്കരുത്, ചെടികൾ കരിഞ്ഞു പോകും. കഞ്ഞിവെള്ളം നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് പഴത്തൊലിയാണ്. ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഏറ്റവും നല്ലത്. ഈ പഴത്തൊലിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പൊട്ടാസ്യം തന്നെയാണ്. കൂടാതെ ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, മാംഗനീസ്, സൾഫർ തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പഴത്തൊലി പൊട്ടാസ്യത്തിൻ്റെ കലവറയായതുകൊണ്ട് തന്നെ ഇത് ചെടികളിൽ പൂക്കളുടെയും പഴങ്ങളുടെയും വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്നു. കൂടാതെ ഇവയിൽ ഫോസ്ഫറസും കാൽസ്യവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വേരുകളുടെ വളർച്ചയ്ക്കും സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇവ പ്രധാനമാണ്. അടുത്തത് ഉള്ളിത്തോലാണ്. ഈ ഉള്ളിത്തോല് നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഉള്ളിത്തോലിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ കാൽസ്യം, മഗ്നീഷ്യം, അയൺ തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികൾ നല്ല രീതിയിൽ നിറയെ പൂക്കാനും കായ്ക്കാനും സഹായിക്കും. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരിലയാണ് പനിക്കൂർക്ക ഇല. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരിലയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വരുന്ന ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്, പനി തുടങ്ങിയ അസുഖങ്ങളൊക്കെ മാറാനായിട്ട് പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ആവി പിടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഈ പനിക്കൂർക്ക ഇലയിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെടികളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും കീടങ്ങളെ പൂർണ്ണമായി ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനും സഹായിക്കും. അടുത്തത് കുറച്ച് മുട്ടത്തോടാണ്. നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന മുട്ടത്തോടിൽ 97% അടങ്ങിയിരിക്കുന്നത് സെക്കൻഡറി മൂലകങ്ങളായ കാൽസ്യം കാർബണേറ്റ് ആണ്. മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ സഹായിക്കുന്ന കുമ്മായത്തിലെ പ്രധാന ഘടകവും കാൽസ്യം കാർബണേറ്റ് ആണ്. അതുപോലെ മണ്ണിൻ്റെ അമ്ലത നിയന്ത്രിക്കാനും ആവശ്യാനുസരണം കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും മുട്ടത്തോടിനേക്കാൾ മറ്റൊരു വസ്തു വേറെയില്ല. അതുപോലെ മുട്ടത്തോട് എടുക്കുമ്പോൾ ഓംലേറ്റിൻ്റെ മുട്ടത്തോട് എടുക്കുക. പുഴുങ്ങിയ മുട്ടയുടെ തോട് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കുമ്പോൾ എടുക്കരുത്. കാരണം ഈ ഫെർട്ടിലൈസർ 2-3 ദിവസം ഫെർമെൻ്റ് ആകാൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. പുഴുങ്ങിയ മുട്ടയുടെ തോടാണ് ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ പുഴു വരാൻ കാരണമാകും. അതുപോലെ ഓംലേറ്റിന് എടുത്ത മുട്ടത്തോട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ ചേർക്കാവൂ. അടുത്തത് തേയിലച്ചണ്ടിയാണ്. തേയിലച്ചണ്ടിയിലുള്ള മധുരമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. തേയിലച്ചണ്ടിയിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ കണ്ടൻ്റ് ആണ്. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ചെടികളുടെ ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും നൈട്രജൻ അത്യാവശ്യമാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചാരമാണ്. ചാരത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. മാക്സിമം 1 പിടി ചാരം എടുക്കാം. ചാരത്തിലും ഏറ്റവും കൂടുതൽ ഉള്ളത് പൊട്ടാസ്യം തന്നെയാണ്. ഇത് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ അനുയോജ്യമായ ജൈവവളമാണ് ചാരം. ഇത് സാധാരണ അടിവളമായും തടത്തിൽ വിതറാനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മണ്ണിൻ്റെ ജീവൻ നിലനിർത്താനും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു. കൂടാതെ ഇതിൽ കാൽസ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം 3 ദിവസത്തേക്ക് മൂടി വെക്കണം. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് ഇത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം അല്പം മണ്ണിട്ട് മൂടിയാൽ മതി. അരിച്ചെടുത്ത ഈ ലായനിയിലേക്ക് 4 ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഞാനിവിടെ ചെടികളുടെ ഇലകളിലൊക്കെ ഒഴിക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് കുപ്പിയിൽ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കപ്പിലെടുത്തിട്ട് ചെടികളിൽ തളിച്ചൊഴിച്ചു കൊടുത്താലും മതി. ഈ ലായനി 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ലായനി പൂക്കാനും കായ്ക്കാനുമായിട്ട് നിൽക്കുന്ന എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ തീരെ ചെറിയ പ്രായത്തിലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണ്ട. കാരണം ആ സമയത്ത് വേണ്ടത് ചെടികൾ നന്നായിട്ട് വളർന്നു വരാനായിട്ട് നൈട്രജൻ അടങ്ങിയ വളമാണ് കൂടുതൽ ചേർക്കേണ്ടത്. പിന്നെ ഇത് കൊടുക്കാൻ പറ്റാത്ത ചില ചെടികളുണ്ട്. അതായത് ചീര, മല്ലി, പുതിന തുടങ്ങിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇതിൽ കൂടുതലും പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കാൻ തുടങ്ങും. ചീരയില പോലെയുള്ളവയിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കണ്ട എന്ന് പറയുന്നത്. ഈ കാണുന്നത് 12 മാസവും നിറയെ കായ്ക്കുന്ന ഒരു പേരയാണിത്. നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത ഒരു വളവും ഇതിന് ചേർക്കുന്നില്ല. ശരിക്കും പഴുക്കുന്നിടം വരെ പേരയ്ക്ക ഇതിൽ നിൽക്കാറില്ല. കാരണം ഇത് റോഡ് സൈഡിനോട് ചേർന്നാണ് നമ്മുടെ പേര നിൽക്കുന്നത്. അപ്പോൾ കാണുന്നവരെല്ലാം പറിച്ചെടുക്കാറുണ്ട്. ഇത് നല്ല നാടൻ പേരയ്ക്കയാണിത്. ഇത് വെച്ചുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വൈന് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഈ വളത്തിൽ ചേർത്ത ഓരോ ഐറ്റവും ഒരുപാട് പ്രാധാന്യമുള്ളവയാണ്. ഒരേ സമയം ഫെർട്ടിലൈസറായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ്. കറിവേപ്പിനൊക്കെ വളരെ നല്ല ലായനിയാണിത്. കൂടാതെ ഇതിൽ ചേർത്ത എല്ലാ ഐറ്റവും പൊട്ടാസ്യത്തിൻ്റെ കലവറയായതുകൊണ്ട് തന്നെ ഇത് എല്ലാത്തരം ചെടികൾക്കും ഇട്ടുകൊടുത്താൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകും. കൂടാതെ ഇതുവരെ പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും പച്ചക്കറി ചെടികൾക്കുമൊക്കെ 100% എഫക്റ്റീവാണ് ഈ ലായനി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ യാതൊരു ചെലവുമില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന കിടിലൻ ലായനി നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.